നിന്റെ കർത്താവിനെ ആശ്രയിക്കാനും നിന്റെ കർത്താവിനെ അനുസരിക്കാനും നിന്റെ കർത്താവിന്റെ ഉള്ളിൽ നിന്റെ കർത്താവിന്റെ അടുത്ത് നിന്റെ ഹൃദയം വെക്കാനും തടസ്സമായി നീ ആരെയാണോ ആശ്രയിക്കുന്നത്, അവിടുന്ന് നിന്റെ രണ്ട് കൈയും നിന്റെ തലയെ വെച്ചുകൊണ്ട് നീ ഇറങ്ങിപ്പോരേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. സാബത്ത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആചരണം. ഞായറാഴ്ച ആചരണം നല്ല വിധത്തിൽ ചെയ്യാനായിട്ട് മക്കളെ നമ്മൾ ഉത്സാഹിക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല. കാരണം എന്താ? കർത്താവിന്റെ ദിവസമാണ് സാബത്ത് ദിവസം. ദൈവവചനപ്രകാരം നമുക്ക് 6 ദിവസമേ ഉള്ളൂ. ഒരു ദിവസം ആരുടെയാ? അത് കർത്താവിന്റെ ദിവസമാണ്. ദ ഡേ ഓഫ് ദി ലോർഡ്. അത് കർത്താവിന്റെ ദിവസമാണ്. ആ 24 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും എടുക്കാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സ്വഭാവം എന്താ? 6 ദിവസം ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 6 ദിവസം ഓഫീസിൽ പോയി ജോലി ചെയ്യും. 6 ദിവസം സ്കൂളിന് വേണ്ടി ജോലി ചെയ്യും. 6 ദിവസം നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യും. എന്നിട്ട് നമ്മുടെ ജോലിയെല്ലാം തീർക്കണമെന്നാ? നമുക്ക് അലക്കാനുള്ള തുണിയെല്ലാം അലക്കിയിടണമെന്നാ? പരീക്ഷ പേപ്പറൊക്കെ നോക്കി തീർക്കണം എപ്പോഴാ? ആ കഴുകാനും തേക്കാനുള്ള കലങ്ങളെല്ലാം കഴുകി തേച്ച് വെക്കണം എപ്പോഴാ? മകളെ കാണാൻ പോണ എപ്പോഴാ? കല്യാണം ആലോചിക്കാൻ പോണ എപ്പോഴാ? കല്യാണം നടത്തുന്നത് എപ്പോഴാ? വിവാഹമോചനവും വന്ധ്യതയും കൊണ്ട് നാട് മുടിയാൻ പോവുക. 100 പേര് കല്യാണം കഴിച്ചാൽ 10-15% പേർക്ക് മക്കളില്ല ഈ കാലഘട്ടത്തിൽ. 100 പേര് കല്യാണം കഴിച്ചാൽ നല്ലൊരു ശതമാനവും കുടുംബജീവിതം ഇല്ല. നീ കുടുംബത്തിൽ ജീവിക്കണതോ അത് പ്രത്യേക ഒരു സ്റ്റേജിൽ. അപൂർവം കുടുംബങ്ങളിൽ മാത്രം സമാധാനം. എന്താ കാരണം? ദൈവത്തിന്റെ വചനം നഗ്നമായി ലംഘിച്ച് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ നമ്മൾ പടുത്തുയർത്തിയിരിക്കുക. എല്ലാവരും ഒരുപോലെ ആയെന്നാ എല്ലാം ശരിയാവുന്ന വിചാരിച്ചിരിക്കുന്നത്. അല്ല മക്കളെ, അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും ഒരുമിച്ച് ചെയ്താലും ഒറ്റയ്ക്ക് ചെയ്താലും തെറ്റ് തന്നെയാണ്. ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ദിവസത്തിൽ 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല. അന്ന് കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം.